ഇതുവരെ വിശേഷമായിട്ടില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും എൻ്റെ മുഖത്തൊക്കെ ഇത് എന്താണെന്ന്. അത് ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. എന്തായാലും കുറച്ച് പണി പറ്റിയിരിക്കുകയാണ്. ഫോൺ വിളിച്ച് ലൈനാന്ന് തോന്നുന്നു. തങ്കമ്മേന്നൊക്കെ വിളിക്കുന്നത്. ഗൈസ് ഇവിടെ സെക്യൂരിറ്റി പിടിച്ചു നിർത്തി. നമ്മളിപ്പോ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ബ്ലോഗാണ്. നിങ്ങൾ വിചാരിക്കും എൻ്റെ മുഖത്തൊക്കെ ഇത് എന്താണെന്ന്. അത് ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. എന്തായാലും കുറച്ച് പണി പറ്റിയിരിക്കുകയാണ്. ഞാനല്ല ഉത്തരവാദി, ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ചാണ്. ഓക്കെ സോ ബൈ ദ ബൈ ഇപ്പം എവിടെയാണ് എന്താണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ യെസ്, നമ്മൾ ആക്ച്വലി ഹണിമൂൺ പോവാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ ആക്ച്വലി വഴിയെ പറയാം കേട്ടോ. അല്ല ചിലപ്പോൾ തമിഴിൽ തന്നെ കാണും. യെസ് ഗൈസ്, പൊട്ടിക്കാൻ നമ്മൾ തായ്ലാൻഡ് പോവാണ്. എനിക്ക് തോന്നുന്നു കുറേ നാൾ മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഇടുമ്പോൾ ഞാനിങ്ങനെ ഓരോ തവണ ഫ്ലൈറ്റ് കയറുന്ന വീഡിയോകളും പറയും ഇനിയിപ്പോൾ ഒരുപാട് യാത്രകൾ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന്. വെറുതെ പറഞ്ഞതാണെങ്കിൽ എമ്മാതിരി യാത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് ഓരോ ദിവസം ഓരോ ജില്ലയിലാണ് ഗൈസ്. നമ്മളിന്ന് രാവിലെ കൊല്ലത്ത് പോയിട്ട് അവിടെ നിന്നാണ് നേരെ എറണാകുളം, ഇപ്പം നെടുമ്പാശ്ശേരിയിൽ വന്നു, എയർപോർട്ടിൽ നിന്നു, ചെക്കിങ് കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് സേഫ് എൻ്റെ പെട്ടി അവർ പൊക്കി. എൻ്റെ പെട്ടി പൊക്കി. വേണ്ട 1 മില്യൺ എൻ്റെ പെട്ടി പൊക്കി. എൻ്റെ ഹെയർ ഡ്രയറും പിന്നെ എൻ്റെ ഒരു മൊബൈലും, ഇത് രണ്ടും പൊക്കി ഗൈസ്. ഇവന്റെ പ്രാർത്ഥന ഉണ്ട് അത് രണ്ടും പൊക്കിയത്. എന്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ പൊക്കണായിരുന്നു എന്റെ പ്രാർത്ഥന. എന്റെ പ്രാർത്ഥന മേക്കപ്പ് ഐറ്റംസ് പൊക്കി കളയണം. ഒരു ലോഡ് മേക്കപ്പ് ഐറ്റംസ് ആയിരുന്നു. അത് ചുമ്മാ എന്ന് പറഞ്ഞിട്ട് എന്റെ മുഖം ഇപ്പം ഇരിക്കുന്നുണ്ടല്ലേ. കുഴപ്പമില്ല ഗൈസ്. അപ്പൊ നമ്മളങ്ങനെ തായ്ലാൻഡ് പോവാണ് ഹണിമൂണിന്. അല്ലേ, ഐ എക്സൈറ്റഡ്. ഇത്ര നേരം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ. എന്തിനു നല്ല ടെൻഷനായിരുന്നു. സമാധാനമായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വായി നോക്കുക. ഇതൊരു പെർഫ്യൂം പ്രാന്തനാണ്. അപ്പോൾ ഒരു പെർഫ്യൂം വേണമെന്ന് പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ എന്തെങ്കിലും കോഫി എന്തെങ്കിലും കുടിക്കും, നേരെ ഫ്ലൈറ്റ് കയറും. ഇവിടുന്ന് നേരെ ക്വാലലംപൂർ, അവിടെ നിന്നാണ് നേരെ നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. പ്രശ്നമല്ല, ഞാൻ ഇവിടെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചാൽ. ഇതുവരെ വിശേഷമായിട്ടില്ല കേട്ടോ. So guys, അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം കഴിഞ്ഞു, ചിക്കൻ ചെയ്തു, ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമ്മളിങ്ങനെ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കയറാൻ വിചാരിച്ചു, പക്ഷെ ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ മടി. ഡ്യൂട്ടി ഫ്രീ പിന്നെ ഫോൺ ചാർജ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മളിത് ഇവിടെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വീട്ടിലൊക്കെ വിളിക്കാണ്. വിറക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്, വിറകിനടുത്ത്. ഇവന് ഭയങ്കര ക്ഷമ, എനിക്ക് നല്ല ക്ഷമൊന്നും ഫുൾ. കാരണം കല്യാണം കഴിഞ്ഞ് ഓട്ടമാണ്. ഓരോ ദിവസം ഞാൻ പറഞ്ഞില്ല, ഓരോ ദിവസം ഓരോ ജില്ലയിലാണ്. ഒരു ദിവസം 2 ജില്ല വെച്ചൊക്കെ നമ്മൾ കവർ ചെയ്യാം. അതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ്. അതിൽ മെഹന്തി ഇട്ടതാ. അങ്ങനെ ഫൈനലി ഞങ്ങൾ മലേഷ്യ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം എത്തിയിട്ട് ആക്ച്വലി ഇനിയിപ്പോൾ ഒരു 4 മണിക്കൂർ ഇവിടെ ട്രാൻസിറ്റ് ഉണ്ട്. അപ്പോൾ 4 മണിക്കൂർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വീട്ടിലൊക്കെ വിളിച്ചു, അങ്ങനെ കുറേ ആയി. എന്നിട്ട് വാഷ്റൂമിലെല്ലാം പോയി, ഞങ്ങൾ രണ്ടുപേരും ഫ്രഷായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ പരിചയമുള്ള ബർഗർ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് മേടിച്ചില്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് കയറി. ഇവനെന്തൊക്കെയോ അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നീ നോക്കി നീ ഓർഡർ ചെയ്യുക. കാരണം ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വമ്പൻ ഫ്ലോപ്പായിരിക്കും. അതുകൊണ്ട് അവൻ തന്നെ നോക്കി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഇപ്പോൾ വരുന്ന വിശ്വസിക്കുന്നു, നമുക്ക് നോക്കാം.
ഞാൻ കാണിച്ചു തരാം ഫുഡ് എന്തുവാ ഇങ്ങനെയുണ്ടെന്നൊക്കെ. കാരണം ഇന്നലെ ഫുള്ള് നമ്മൾ യാത്രയായിരുന്നു. ഇന്നലെ രാവിലെ ഞങ്ങളുടെ ഒരു കസിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ രാവിലെ കസിൻ്റെ കല്യാണത്തിന്, അതും കൊല്ലത്ത്, ഞങ്ങൾ പത്തനംതിട്ട, ഇവൻ്റെ വീട് തിരുവല്ലയാണ്. തിരുവല്ലയിൽ നിന്ന് നേരെ കൊല്ലം പോയി. കൊല്ലത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇറങ്ങി. അവിടെ നിന്നാണ് എറണാകുളം വന്നത്. പിന്നെ ഇടയ്ക്ക് നിർത്തി വന്നു. ഫുള്ള് കാറിലായിരുന്നു. എന്നിട്ട് ഇവിടെ എത്തി ഫ്ലൈറ്റിൽ. ഇനി ഇവിടെ 4 മണിക്കൂർ. അത് കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് കയറണം. സത്യം പറഞ്ഞാൽ ഒന്ന് തായ്ലൻഡിലെത്തി ഒന്ന് കുളിച്ച് കട്ടിൽ നിന്ന് കിടന്നാ മതി. ചേട്ടൻ മലയാളം പറയുന്നത് ആരെയോ ഫോൺ വിളിച്ച് ലൈനാന്ന് തോന്നുന്നു. തങ്കമ്മേ നമ്മൾ എവിടെ നിന്ന് ഇങ്ങോട്ടാ പോകുന്നു ചേട്ടാ? നമ്മളിപ്പോൾ എയർപോർട്ടിൽ പത്തോങ് ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഹോട്ടല് പത്തോങ് ബീച്ചിലാണ് ഉള്ളത്. ഓക്കെ. നമ്മൾ അടുത്ത 4 ദിവസം സ്റ്റേ പത്തോങ് ബീച്ചിലാണ്. ബീച്ചിനടുത്തുള്ള ഹോട്ടലാണ്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇന്ന് ഒരു 10 മണിക്കൂർ ലോങ് ജേർണി ആയിരുന്നു. സോ പ്രോബബ്ലി ഈവനിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സ്ട്രീറ്റ് വാക്ക് നടന്നു. നാളെ സ്ട്രീറ്റ് വാക്ക് ടൂർ ഉണ്ട്. എന്നാലും മാലൂന് എന്തൊക്കെ ഷോപ്പിംഗ് ഉള്ളതുകൊണ്ട് ഇന്ന് ജസ്റ്റ് നടന്നു. പിന്നെ ഇന്നിപ്പോൾ റെസ്റ്റ് എടുക്കാനാണ് പണി. നല്ലാതെ വേറെ ഒന്നുമില്ല. കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, റെസ്റ്റ് ചെയ്യുക. നാളെ തൊട്ട് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ സം എക്സൈറ്റിംഗ്. ഹോപ്പ്ഫുള്ളി സീരിയസ് വേണ്ട ചിരി. ഹോപ്പ്ഫുള്ളി കാലാവസ്ഥ നല്ലതാണെങ്കിൽ ചിലപ്പോൾ നല്ല ഫോട്ടോസിനൊക്കെ ചാൻസസ് കാണുന്നുണ്ട്. എന്തെടുത്താലെന്താ എന്റെ മുഖം ഇതല്ലേ? അതിൻ്റെ ഇതല്ലേ നിന്റെ കയ്യിലിരിപ്പന്നല്ലേ? ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്ന എന്തിനെ കുറിച്ചാണ് മോൻചേട്ടാ? പാമ്പല്ല, മുതല്ല. ട്രൈ നോക്കാം മുതലിറച്ചി എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ ഫൈനലി നമ്മൾ ഇതേ ഹോട്ടൽ ക്ലോവറിലെത്തി. ഇനി നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. കണ്ടിട്ട് നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പാ. ലെറ്റ്സ് സീ. ഞാൻ കണ്ട പ്രേതത്തെ പോകുന്നുണ്ട് ഇപ്പൊ. മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം ഞാനൊന്ന് കുളിക്കാൻ പോവാണ്. എനിക്കാണെങ്കിൽ കുളിക്കാമോ ഞാൻ പണ്ടറടങ്ങി നമ്മുടെ റൂം കിട്ടി. റൂം കാണിച്ചു തരാം. ഓക്കെ. അടിപൊളി. മോന് ഏത് ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ഫുള്ള് സീ ഫുഡിൻ്റെ ഒരു ആക്ച്വലി ഇത്തിരി വലിയ കടയാണ്. സീ ഫുഡിൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. എനിക്ക് ഇവനും സീ ഫുഡാണ് ഇഷ്ടം. അപ്പം നമുക്ക് നോക്കാം. ഒരു ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു സംഗതി വിത്ത് സീ ഫുഡും പറഞ്ഞില്ല, അത് നോക്കി. പിന്നെ കോക്കനട്ട് മിൽക്ക് വിത്ത് സീ ഫുഡിൻ്റെ ഒരു സൂപ്പ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വമ്പൻ ഫ്ലോപ്പ്. ടോമിയം സൂപ്പ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. ഒരു മിനിറ്റ് ഗൈസ്. എന്താണ്? ടോമിയം സൂപ്പും ഒരു ഫ്രൈഡ് റൈസ് വിത്ത് മിക്സ് സീ ഫുഡും പിന്നെ ഒരു ഡ്രിങ്കും ഓർഡർ. ഓക്കെ. തൽക്കാലം ഇത്രയും. ബാക്കി ശേഷം ഭാഗം സ്ക്രീനിൽ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. എസ്പെഷ്യലി എനിക്കും മോനും സീ ഫുഡ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ഐസ് റോളും കഴിച്ചിട്ടുണ്ട്. ഐസ്ക്രീം റോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നു. 100 തായ് ബാത്തായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി അടിപൊളിയായിട്ട് നല്ലൊരു ഉറക്കവും കുളിയൊക്കെ പാസ്സാക്കിയിട്ട് രാത്രി വിശന്ന് കുടലി കഴിഞ്ഞത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഫുഡ് മൊത്തത്തിൽ പറയണമെങ്കിൽ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആക്ച്വലി എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലും ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട ഗൈസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല സുഖമായിട്ട് പിന്നെയും കടന്നുറങ്ങി. എന്നിട്ട് അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം. അത് വരയ്ക്കും ബൈ. I knew I'd find you here.